എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ സോളാർ പാനൽ എങ്ങനെ ഇൻവെർട്ടറുമായി ബന്ധിപ്പിച്ച് പരിശോധിക്കാമെന്നും ലോഡ് പ്രവർത്തിപ്പിക്കാമെന്നും നമുക്ക് പഠിക്കാം. ഈ വീഡിയോ 2 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. പാർട്ട് 1-ൽ സോളാർ പാനലിൻ്റെ ടെസ്റ്റിംഗ്, ബാറ്ററി, ചാർജ് കൺട്രോളർ, പവർ ഇൻവെർട്ടർ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതും പാർട്ട് 2-ൽ ബാക്കി ഭാഗവും നമ്മൾ ചർച്ച ചെയ്യും. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. സോളാർ പാനൽ പരിശോധിക്കുന്നു, ചാർജ് കൺട്രോളറിലേക്ക് ബാറ്ററി ബന്ധിപ്പിക്കുന്നു, ബാറ്ററിയിലേക്ക് പവർ ഇൻവെർട്ടർ ബന്ധിപ്പിക്കുന്നു, ചാർജ് കൺട്രോളറിലേക്ക് സോളാർ പാനൽ ബന്ധിപ്പിക്കുന്നു. ഈ പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് ആവശ്യമായ ടൂളുകളും എക്യുപ്മെന്റുകളും മെറ്റീരിയലുകളും നമുക്ക് ശേഖരിക്കാം. ട്രെയിനിയുടെ ടൂൾ കിറ്റ്, പ്രോബുകളുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്റർ, മൂവിംഗ് കോയിൽ അമ്മീറ്റർ 0 മുതൽ 15 വരെ ആംപ്സ്, സോളാർ ചാർജ് കൺട്രോളർ ടൈപ്പ് PWM, സിസ്റ്റം വോൾട്ടേജ് 12 മുതൽ 24 വരെ വോൾട്ട്, പരമാവധി ഔട്ട്പുട്ട് കറന്റ് 50 ആംപ്സ്, യൂസർ മാനുവലുള്ള പവർ ഇൻവെർട്ടർ, ഔട്ട്പുട്ട് പവർ 300 വാട്ട്സ്, ഇൻപുട്ട് 12 വോൾട്ട് DC, ഔട്ട്പുട്ട് 220 വോൾട്ട് AC, മാനുവൽ ഉള്ള 12 വോൾട്ട് 100 വാട്ട് സോളാർ പാനൽ, ബാറ്ററി 12 വോൾട്ട് 10 ആംപിയർ അവർ, ഹോൾഡറുകളും കണക്റ്റിംഗ് വയറുകളും ഉള്ള DC ലാമ്പ് ലോഡ് 12 വോൾട്ട് 10 വാട്ട്സ് 2 എണ്ണം, ഹോൾഡറുകളും കണക്റ്റിംഗ് വയറുകളും ഉള്ള AC ലാമ്പ് ലോഡ് 240 വോൾട്ട് 100 വാട്ട്സ്, SPST സ്വിച്ച് 6 ആംപ്സ് 250 വോൾട്ട്, കാട്രിഡ്ജ് ഫ്യൂസ് 1 ആംപ്സ്, DC സർക്യൂട്ട് ബ്രേക്കർ 2 പോൾ 12 മുതൽ 250 വോൾട്ട് വരെ DC 6 ആംപ്സ്, കണക്റ്റിംഗ് വയറുകൾ 6 ചതുരശ്ര മില്ലിമീറ്റർ ചുവപ്പും കറുപ്പും ഓരോന്നും 1 മീറ്റർ വെച്ച് 1.5 ചതുരശ്ര മില്ലിമീറ്റർ ചുവപ്പും കറുപ്പും ഓരോന്നും 1 മീറ്റർ വെച്ച്, ലഗ് ടെർമിനലുകൾ അല്ലെങ്കിൽ റിംഗ് ടൈപ്പ് 6 ചതുരശ്ര മില്ലിമീറ്ററും 1.5 ചതുരശ്ര മില്ലിമീറ്ററും. 20 വോൾട്ട് റേഞ്ചിൽ DC വോൾട്ടേജ് അളക്കാൻ ഡിജിറ്റൽ മൾട്ടിമീറ്റർ സെറ്റ് ചെയ്യുക. സോളാർ പാനലിൻ്റെ പിൻവശത്തുള്ള പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനലുകൾ തിരിച്ചറിയുക. സാധാരണയായി ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ പോസിറ്റീവ്, നെഗറ്റീവ് അടയാളങ്ങൾ ഉപയോഗിച്ചാണ് ഇവയെ സൂചിപ്പിക്കുക. സോളാർ പാനലിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ് സ്ഥാപിക്കുക. അതുപോലെ സോളാർ പാനലിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് സ്ഥാപിക്കുക. സോളാർ പാനലിൻ്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അളക്കുക. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്നത് ഒരു സോളാർ പാനലുമായി ലോഡ് കണക്ട് ചെയ്യാത്തപ്പോൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പരമാവധി വോൾട്ടേജ് ആണ്. മൾട്ടിമീറ്ററിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വോൾട്ടേജ് റീഡിംഗ് ശ്രദ്ധിക്കുക. സോളാർ പാനലിന്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണിത്. സോളാർ പാനലിന്റെ റേറ്റ് ചെയ്യപ്പെട്ടിട്ടുമുള്ളതോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതോ ആയ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജുമായി ഇപ്പോൾ അളന്ന വോൾട്ടേജ് താരതമ്യം ചെയ്യുക. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്. ചാർജ് കൺട്രോളറിൽ നിന്ന് സോളാർ പാനൽ വിച്ഛേദിക്കുക. സോളാർ പാനൽ സൂര്യൻ്റെയോ പ്രകാശ സ്രോതസ്സിൻ്റെയോ നേരെ വയ്ക്കുക. സോളാർ പാനൽ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് അളക്കാൻ മൂവിംഗ് കോയിൽ അമ്മീറ്റർ ഉചിതമായ റേഞ്ചിൽ ക്രമീകരിക്കുക. നോട്ട്: കറണ്ട് അളക്കാൻ സോളാർ പാനലിനും ചാർജ് കൺട്രോളറിനും ഇടയിൽ അമ്മീറ്റർ സീരീസിൽ ബന്ധിപ്പിക്കുക. ഇതിനർത്ഥം ചാർജ് കൺട്രോളർ വഴി സോളാർ പാനലിൽ നിന്ന് ബാറ്ററിയിലേക്കുള്ള അല്ലെങ്കിൽ ലോഡിലേക്കുള്ള പാതയിൽ അമ്മീറ്ററിലൂടെ കറണ്ട് ഒഴുകുന്നു എന്നതാണ്. ചാർജ് കൺട്രോളറിൽ നിന്ന് സോളാർ പാനലിൻ്റെ പോസിറ്റീവ് ടെർമിനൽ വിച്ഛേദിക്കുക. സോളാർ പാനലിൻ്റെ വിച്ഛേദിച്ച പോസിറ്റീവ് ടെർമിനലിനെ അമ്മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. ഇപ്പോൾ അമ്മീറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലിനെ ചാർജ് കൺട്രോളറിൻ്റെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക.
സോളാർ പാനലും ചാർജ് കൺട്രോളറും ഉപയോഗിച്ച് അമ്മീറ്ററിനെ സീരീസിൽ ബന്ധിപ്പിക്കാൻ ഈ കണക്ഷൻ സഹായിക്കുന്നു. അതായത് അമ്മീറ്ററിൻ്റെ പോസിറ്റീവ് ലീഡിനെ പാനലിലെ പോസിറ്റീവിലേക്കും അമ്മീറ്ററിൻ്റെ നെഗറ്റീവ് ലീഡിനെ ചാർജ് കൺട്രോളർ വഴി ലോഡിലേക്കും ബന്ധിപ്പിക്കുന്നു. അല്ലെങ്കിൽ ചാർജ് കൺട്രോളറിലെ സോളാർ പാനലിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ബന്ധിപ്പിക്കുന്നു. അമ്മീറ്റർ സീരീസിൽ ബന്ധിപ്പിച്ചാൽ അത് സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ടിനെ അളക്കും. അമ്മീറ്ററിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന റീഡിംഗ് നിലയിലെ സൂര്യപ്രകാശ സാഹചര്യങ്ങളിൽ സോളാർ പാനലിൻ്റെ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിനെ പ്രതിനിധീകരിക്കുന്നു. ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ പ്രദർശിപ്പിക്കുന്ന റീഡിംഗുകൾ രേഖപ്പെടുത്തുക. അമ്മീറ്ററിൽ പ്രദർശിപ്പിക്കുന്ന റീഡിംഗുകൾ ശ്രദ്ധിക്കുക. മെഷേർഡ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും കറണ്ട് വാല്യൂകളും യഥാക്രമം 12 വോൾട്ട്സും 5 ആംപ്സും ആണ്. അതിനാൽ വോൾട്ടേജും കറണ്ട് വാല്യൂവും ഗുണിക്കുമ്പോൾ വൈദ്യുതി 72 വാട്ട് ആയി മാറുന്നു. ചാർജ് കൺട്രോളറിലേക്ക് ബാറ്ററി ബന്ധിപ്പിക്കുന്നു. സുരക്ഷാ മുൻകരുതലുകൾ. ചാർജ് കൺട്രോളറിൻ്റെ പോസിറ്റീവ് ടെർമിനലുമായി ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും അതുപോലെ തന്നെ നെഗറ്റീവ് ടെർമിനലുകളും നിങ്ങൾ പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. പൊളാരിറ്റി വിപരീതമാക്കുന്നത് ഉപകരണത്തിന് കേടുവരുത്തും. ചാർജ് കൺട്രോളറിൽ പോസിറ്റീവ്, നെഗറ്റീവ് ചിഹ്നങ്ങളുള്ള ബാറ്ററി ടെർമിനലുകൾ തിരിച്ചറിയുക. ചാർജ് കൺട്രോളറിൽ സാധാരണയായി കണക്ഷനുള്ള ടെർമിനലുകൾ ലേബൽ ചെയ്തിട്ടുണ്ട്. ബാറ്ററി, സോളാർ പാനൽ അല്ലെങ്കിൽ മറ്റ് പവർ സ്രോതസ്, ലോഡ് എന്നിവയ്ക്കായി ടെർമിനലുകൾ ഉണ്ടായിരിക്കണം. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനെ ചാർജ് കൺട്രോളറിൻ്റെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ചാർജ് കൺട്രോളറിൻ്റെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. ബാറ്ററിയിലേക്ക് പവർ ഇൻവെർട്ടർ ബന്ധിപ്പിക്കുന്നു. പവർ ഇൻവെർട്ടറിലെ ബാറ്ററി ടെർമിനലുകൾ പോസിറ്റീവ്, നെഗറ്റീവ് ചിഹ്നങ്ങൾ അല്ലെങ്കിൽ ചുവപ്പ്, കറുപ്പ് ടെർമിനലുകൾ യഥാക്രമം പോസിറ്റീവ്, നെഗറ്റീവ് എന്നിവയ്ക്ക് ഉപയോഗിച്ച് തിരിച്ചറിയുക. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലുകളും DC സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഇൻപുട്ടിലേക്ക് ബന്ധിപ്പിക്കുക. ബാറ്ററിയുടെ പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനലുകൾ പോലെ ഇൻവെർട്ടറിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനലുകൾ കൃത്യമായ പൊളാരിറ്റികളുള്ള പവർ ഇൻവെർട്ടറിലേക്ക് DC സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഔട്ട്പുട്ട് സൈഡ് ബന്ധിപ്പിക്കുക. ചാർജ് കൺട്രോളറിലേക്ക് സോളാർ പാനൽ ബന്ധിപ്പിക്കുന്നു. സുരക്ഷാ മുൻകരുതലുകൾ. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ സോളാർ പാനലുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. സോളാർ പാനലുകളുടെ ടെർമിനലുകൾ ഈ ഇലക്ട്രിക് കറണ്ട് വഹിക്കുന്നു. അവയുമായി സമ്പർക്കം പുലർത്തുന്നത് വൈദ്യുതാഘാതത്തിന് കാരണമാകും. സോളാർ പാനലിനെ പോസിറ്റീവ്, നെഗറ്റീവ് അടയാളങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് ചാർജ് കൺട്രോളറിലെ ടെർമിനലുകൾ തിരിച്ചറിയുക. സോളാർ പാനലിൽ നിന്ന് പോസിറ്റീവ് വയർ ചാർജ് കൺട്രോളറിലെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ബന്ധിപ്പിക്കുക. അതുപോലെ സോളാർ പാനലിൽ നിന്ന് നെഗറ്റീവ് വയർ ചാർജ് കൺട്രോളറിലെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. ലൂസ് കണക്ഷനുകൾ തടയാൻ സ്ക്രൂകളോ ബോൾട്ടുകളോ നന്നായി മുറുക്കുക. ഈ വീഡിയോയിൽ നമ്മൾ സോളാർ പാനൽ ടെസ്റ്റ് ചെയ്തു. ചാർജ് കൺട്രോളറിലേക്ക് ബാറ്ററി ബന്ധിപ്പിച്ചു. ബാറ്ററിയിലേക്ക് പവർ ഇൻവെർട്ടർ ബന്ധിപ്പിച്ചു. സോളാർ പാനൽ ചാർജ് കൺട്രോളറുമായി ബന്ധിപ്പിച്ചു. ഇതോടെ ഭാഗം 1 അവസാനിച്ചു. ഇനി നമുക്ക് ഭാഗം 2 കാണാം.